മനുജ, ജോജു ജോർജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ തമിഴിലും തെലുങ്കിലും എല്ലാം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. ജോജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലും പല സമയങ്ങളിലും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സമരത്തിന് വെല്ലുവിളിച്ച് ഇറങ്ങിയതിൻ്റെ പേരിൽ വിവാദമായിരുന്നു. അതുപോലെ തന്നെ പണി സിനിമയുടെ റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കത്തിൽ ഏർപ്പെട്ട ഒരു ആളുമായിട്ട്, റിവ്യൂറുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ട ഒരു സംഭവം വന്നു. ഇപ്പോഴത്തെ ചുരുളി വിവാദം വീണ്ടും വരികയാണ്. ജോജു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തങ്കൻ ചേട്ടൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു എന്ന രീതിയിൽ വരുന്നുണ്ട്. കാരണം കേരളത്തിലെ ട്രോൾ പേജുകൾ ആഘോഷിച്ചിരുന്ന, ഇപ്പോഴും ആഘോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പേര് തന്നെയാണ് അതിന് കാരണം. അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യം, അതായത് തൻ്റെ മകളുടെ സുഹൃത്ത് സ്കൂളിൽ പോയപ്പോൾ ആദ്യ ദിവസം വന്ന് പറഞ്ഞത് ഈ ട്രോൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മകൾ വന്ന് ചോദിക്കുന്നത് എന്തിനാണ് ആ സിനിമയിൽ അഭിനയിച്ചതെന്ന് വരെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ ആളിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അതിന് ആധികാരികമായിട്ടാണ് ഈ ഒരു വിവാദങ്ങൾക്ക് തുടക്കം വന്നത് ഇപ്പോൾ. അതായത് ആ സിനിമ ചുരുളി യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റിയത്, അതായത് അതിനകത്ത് ആ ഡയലോഗുകൾ, ആ ഒരു അസഭ്യം പറയുന്ന ഒരു ഡയലോഗുകളെല്ലാം തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്യില്ല, അത് അവാർഡിനേക്ക് വേണ്ടി മാത്രമായിട്ട് ചിത്രീകരിച്ചതാണെന്നും മറ്റൊരു വേർഷൻ ഡബ് ചെയ്തിട്ടുണ്ടെന്നും അത് കാരണം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നെന്നും അതിന് പണം വാങ്ങിയിട്ടില്ല എന്നുമൊക്കെ ജോജു പറഞ്ഞു. അതിന് മറുപടിയുമായിട്ടാണ് അതിന്റെ സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി വന്നത്. കൃത്യമായൊരു വൗച്ചർ അതിനകത്ത് കാണിക്കുന്നത്. അതിനകത്ത് 5,90,000 രൂപ ജോജുവിന് കൈമാറിയെന്ന് പറയപ്പെടുന്ന ഒരു വൗച്ചറാണ് കാണിക്കുന്നത്. അതിൻ്റെയും പ്രതികരണമായിട്ടാണ് ഇപ്പോൾ ജോജു വീണ്ടും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൃത്യമായിട്ട് കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ആ വൗച്ചറിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടുക, കരാറിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടുക എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഒപ്പുവെച്ച ഭാഗം പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ജോജുവിന്റെ കാര്യം ക്ലിയർ ആണ്. ഇതിനകത്ത് നമ്മൾ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയാൻ പറ്റില്ല. സംവിധായകൻ എന്ന രീതിയിൽ ഏത് രീതിയിലും സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ലിജോ ജോസ് പെല്ലിശ്ശേരിക്കുണ്ട്. മാത്രമല്ല സമൂഹം അതെങ്ങനെ എടുക്കണം, ഏതൊക്കെ രീതിയിൽ എടുക്കണം എന്നുള്ള രീതിയിൽ സെൻസർ ബോർഡൊക്കെ എടുത്തിട്ട് അതൊക്കെ അംഗീകരിച്ചിട്ടാണ് ആ സിനിമകൾ ഇപ്പോൾ തിയേറ്ററിലോ അല്ലെങ്കിൽ OTT-യിലോ ഒക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമുക്ക് ലിജോ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോൾ ജോജുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളായാലും തന്നെ അതുപോലെ തന്നെ പലരും ആ ട്രോള് വെച്ച്, ആ പേര് വെച്ച് തന്നെ വീണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാര്യം പറഞ്ഞു. അത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുക. ഇത് കൂടുതൽ വിവാദത്തിൽ പോകേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. മനസ്സിലായി. അതായത് നോക്കൂ, ഈ പറഞ്ഞ സിനിമ പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല. പക്ഷേ ഒരുപാട് പ്രേക്ഷക പ്രീതി മേടിച്ചിട്ടുള്ള, ഒരുപാട് എന്താ പറയുക, ക്രിട്ടിക്സ് ഒരുപാട് നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് അങ്ങനെ പൊതുജനങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, അതിൻ്റെ അതിൻ്റെ ഇൻസൈഡിൽ എന്താണ്, അല്ലെങ്കിൽ ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്, അല്ലെങ്കിൽ അത് പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ എന്താണോ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞ സംവിധായകൻ്റെ തലച്ചോറ് വിചാരിച്ചത് അത് മനസ്സിലാക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷെ അവർക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അഗ്രസീവായി സംസാരിക്കുന്ന ഒരു, ഈ പറഞ്ഞ തങ്കൻ ചേട്ടൻ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ, അതായത് അങ്ങനെയുള്ളൊരു സ്വപ്ന ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന അവരുടെ ഭാഷാ രീതി, അതൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണക്കാരായ കോമൺ മാൻ, അതായത് സിനിമ കാണുന്ന ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ശരത്ത് പറഞ്ഞ പോലെ ട്രോൾ പേജുകൾ ഇന്നും അടക്കി വാഴുന്ന ഒന്ന് തന്നെയാണ്. എന്ത് തിരിച്ചു ചോദിച്ചാലും അതിന് അപ്പം തന്നെ മറുപടി എന്ന രീതിയിൽ വരുന്ന മീമുകളുമാണ്. അപ്പം ഇതൊരു സാധാരണക്കാരായി, ഇപ്പം എനിക്ക് മക്കളില്ല, പക്ഷെ എൻ്റെ സഹോദരിയുടെ മക്കളോ അല്ലെങ്കിൽ സമൂഹത്തിലെ ചെറിയ കുട്ടികൾ, അതായത് ഇത് എനിക്കൊന്ന് എബോവ് 16 ഏജ് ഗ്രൂപ്പിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ അതിന് താഴേക്കുള്ള കുട്ടികളെയൊക്കെ നമുക്കറിയാം ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഇതിൽ അഭിനേതാവായ ജോജു ജോർജിന് ഉണ്ടാവുന്ന ഒരു കൺസേൺ അത് നോർമലാണ്. പക്ഷേ ഇത് തുടങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. കാര്യം ഇത് ഇറങ്ങിയിട്ട് വർഷം കുറച്ചായി ശരത്ത്. ഇത് ഇന്നലെ റിലീസായി, അല്ലെങ്കിൽ ഈ വർഷത്തെ ഒരു റിലീസോ അല്ലെങ്കിൽ റീസെൻ്റ്ലി OTT-യിൽ റിലീസായ ഒരു സിനിമയല്ല. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അതിന് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിപണി സാധ്യതകളാണോ തേടുന്നത്? വിവാദത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം അറിയാം. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു സമയം ഉണ്ടാവും അത് തീരാൻ. പക്ഷേ ഒന്ന് ആലോചിച്ചൊക്കെ, ഇത് വർഷങ്ങൾ ഏതാണ്ട് 5 വർഷത്തിൽ അടുപ്പിച്ചൊന്നും ആറാവുന്നു സിനിമ റിലീസ് ചെയ്തിട്ട്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴും അത് ഈ സോഷ്യൽ മീഡിയയുടെ അന്തരീക്ഷത്തിലെല്ലാം പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറയുന്നില്ല. ജോജു ജോർജിന് ഒരു ലേബലായി മാറപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോജുവിന്റെ ഒരു കൺസേൺ, അതായത് അദ്ദേഹത്തിൽ നിന്ന് തങ്കൻ ചേട്ടനുള്ള പേര് വിട്ടുമാറുന്നില്ല. അപ്പോൾ നോക്കൂ ശരത്ത്, അതിൽ ഈ ജോജുവിന്റെ മകൾ തീരെ ചെറിയ കുട്ടിയൊന്നുമല്ല. 5 വർഷങ്ങൾക്ക് ജോജു മകളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന
എല്ലാ അച്ഛന്മാരും ഉണ്ട്, പക്ഷെ അത് കുറച്ചുകൂടി വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ജോജുവും മകളും തമ്മിലുള്ള ബോണ്ടി. ഇപ്പൊ മകൾ അങ്ങനെ തൻ്റെ അച്ഛനെ കുറിച്ച് അങ്ങനെ കൂട്ടുകാർ പറയുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ കൺസേൺസ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിപ്പോഴാണോ ജോജു ആലോചിക്കേണ്ടിയിരുന്നത്? ഇനി ഇൻ കേസ് ഞാൻ ഇതിനകത്ത് അഭിപ്രായം, ഈ വിവാദത്തിൽ ഞാനൊരു അഭിപ്രായം പറയുന്നില്ല, കാര്യം അത് സാധാരണക്കാരെ കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായ ബോധമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് എന്നും പറഞ്ഞൊരു അത് അണ്ടർ 16 പോയത് ആരുടെ കുഴപ്പമാണ് എന്നതാണ് എൻ്റെ ചോദ്യം. പണ്ട് 18+ സിനിമകൾ ഇറങ്ങുന്ന, അല്ലെങ്കിൽ അതൊരു ഇപ്പം മാർക്കോ പോലെ സിനിമ ആസ്വദിച്ച് കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് ഏജ് ഗ്രൂപ്പ് വിട്ട് സിനിമകൾ കുട്ടികളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്നതിൻ്റെ പ്രശ്നമാണ്. അത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് മാതാപിതാക്കളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് അവരുടെ കുഴപ്പമാണ്, സമൂഹത്തിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഒരു കലാകാരൻ്റെ എന്തെങ്കിലും കല സാക്ഷാത്കരിക്കാനുള്ള ആഗ്രഹത്തിന് അതൊരു എന്താ പറയുക, ഒന്ന് കട വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മുതൽ ഇങ്ങനത്തെ സിനിമ ഇറങ്ങുന്നുള്ള സോക്കോൾഡ് രാഷ്ട്രീയമൊന്നും ഞാൻ ഇറക്കുന്നില്ല. പക്ഷെ എൻ്റെ ഒരു കൺസേൺ, ഇത് ഇപ്പോഴായിരുന്നോ ജോജു ഇത് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. ജോജുവിന് ഇപ്പോഴാണോ ബോധം വന്നത് എന്നതാണ്. ജോജുവിനകത്ത് പറയുന്നുണ്ട് ഇവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, ഈ 5,90,000 രൂപ കൊടുത്തതിൻ്റെ വൗച്ചറൊന്നും അല്ല ഉള്ളത്, ധൈര്യമുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് കാണിക്കൂ എന്ന് ജോജു പറയുന്നുണ്ട്. അപ്പം ഈ കൃത്യമായി വയലേഷൻ നടന്നിട്ടുണ്ടെന്ന് ജോജുവിന് അറിയില്ലായിരുന്നോ? അത് ഇപ്പോഴാണോ സംഭവിച്ചത് എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ സംശയം വാലിഡല്ലേ? അതായത് ഇത് 3-4 വർഷത്തിന് മുകളിലായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ എത്രയോ സിനിമകൾ ഇറങ്ങി, അവയൊക്കെ OTT പ്ലാറ്റ്ഫോമിൽ വന്നു, അല്ലാതെ പബ്ലിക് തിയേറ്ററുകൾ എത്തുന്നു. ഈ സമയത്തൊന്നുമില്ലാത്തൊരു കൺസേൺ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുക എന്ന് പറയുമ്പോൾ ആ വിവാദത്തിനോട് എനിക്കെന്തോ, അതായത് ഇപ്പോഴല്ല, കാര്യം ജോജു അത് കഴിഞ്ഞ് എന്തോരം വളർന്നിരിക്കുന്നു. ജോജുവിൻ്റെ പണി സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായ സമയത്ത് ജോജു പറഞ്ഞൊരു സാധനമുണ്ട്, അതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അല്ല, ഇതൊരു പക്ഷേ ചർച്ചയാവില്ല. നേരത്തെ പറയുന്ന ഒരു ഇന്റർവ്യൂ വരുന്നു, അതിനുശേഷം അതിന്റെ പ്രതികരണം ലിജോ ജോസുമായിട്ട് വരും. കാരണം എനിക്കൊന്നും ആ ഇന്റർവ്യൂയിലൂടെ തീരേണ്ടതായിരുന്നു. പക്ഷെ അതിൽ ജോജു പറഞ്ഞ കാര്യങ്ങൾ പണം വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അപ്പോൾ പ്രതിസ്ഥാനത്ത് എത്തുന്നത് നിർമ്മാതാക്കൾ. അപ്പൊ അത് വിശദീകരിക്കേണ്ട ബാധ്യത സംവിധായകനായ, അതായത് സംവിധായകൻ പറയാൻ. അതാ ഞാൻ പറഞ്ഞത്, ജോജു ഇപ്പോഴാണോ ഇത് അറിഞ്ഞത്? ജോജുവിന് ഇപ്പോഴെന്തോ വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ജോജുവിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ല. ഇപ്പൊ അതിനകത്ത് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ നിരീക്ഷണം അപ്പൊ ഈ ഒരു വിവാദം ഇപ്പോഴും തീരുന്നില്ല. അപ്പൊ ചോദ്യമായിട്ടാണ് വന്നത്, ഒരു ഇന്റർവ്യൂവിന്റെ ചോദ്യമാണ്, ഇപ്പോഴും തങ്കം ചേട്ടൻ സമൂഹത്തിൽ നിൽക്കുന്നുണ്ടല്ലോ, അത് എത്രത്തോളം ബാധിച്ചു എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ജോജു പറയുക. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പണമിടപാടിന്റെ കാര്യം നേരത്തെ പറയാമായിരുന്നു. അത് ഇവിടെ അപ്പം നേരത്തെ സൗഹൃദത്തിന്റെ പേരിലാണെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ തങ്കം ചേട്ടന്റെ കാര്യം മാത്രം പറയാമായിരുന്നു. ഇവിടെ ചെമ്പൻ വിനോദായിരുന്നു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിജോ ജോസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയാണ്. മാത്രമല്ല അവർ ഒരുമിച്ചാണ് സിനിമ. അപ്പോൾ ആ ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെമ്പൻ വിനോദിനെ തീർച്ചയായും സുരക്ഷിതമാക്കേണ്ട ഒരു ചുമതല കൂടി. മാത്രമേ ഇതൊരു ബാക്ക് ചാനൽ വഴി സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ചർച്ചയാക്കി വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ച് അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം. ഞാൻ പറയുന്നത് ജോജു ഇത് മനഃപൂർവ്വമായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന വിവാദമാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം ജോജുവിന് അങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ട ഒരാളൊന്നുമല്ല, ലൈം ലൈറ്റിൽ നിൽക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു സ്റ്റാറാണ്, ഒരു സംവിധായകനാണ്. ജോജു പറഞ്ഞ ഡയലോഗുകൾ മാത്രം ഓർക്കുക. അതായത് ജോജു പണി സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ സുഹൃത്താണ് ആദർശ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത്, ജോജു ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, അപ്പോൾ ആദർശ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത്, ജോജുവിനെ എതിർത്തുകൊണ്ട് പോസ്റ്റ് ഇടുന്ന സമയത്ത് ജോജു ഇയാളെ വിളിച്ച്, നീ ആരാണിത് ചോദിക്കാൻ, ഞാൻ സംവിധാനം ചെയ്തതിന് മേൽ അഭിപ്രായം പറയാൻ നീ ആരാണ്, വേണമെങ്കിൽ കണ്ടിട്ട് പോകുന്ന രീതിയിലാണ് ജോജുവിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ സിനിമ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ശരത്തത് സംവിധായകൻ്റെ കലയാണെന്നുള്ളതാണ്. എനിക്കതിനകത്ത് യാതൊരു തരത്തിലുള്ള അത് ചർച്ചകൾക്കിടയില്ലാതെ വിധം ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. സിനിമ സംവിധായകൻ്റെ കലയാണ്. സംവിധായകൻ പ്ലേ ചെയ്യിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾ എന്ത് പറയണം എന്നത് കഥയും സംവിധായകൻ്റെ തീർച്ചപ്പെടലുകളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പണം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു വിവാദം ഇത് ഇവിടെ വെച്ച് നിർത്തണയാണ് നല്ലതെന്നാണ് നമുക്ക്. കാരണം നമുക്ക് പോലും ഇത് വിഷയമാക്കേണ്ട ഒരു വിഷയമായിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ജോജുവിന്റെ മകളെ തന്നെ വിഷയം, അതായത് അവരെ തന്നെ ബാധിക്കുന്ന തരത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കൂടെ വരുന്നെങ്കിൽ നമ്മൾ അവിടെ നിർത്തേണ്ടത് നമ്മളാണ്. കാരണം ഇപ്പൊ സമൂഹത്തിന്റെ വായടപ്പിക്കാൻ പറ്റില്ല. അതായത് ട്രോളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ പേരിൽ ഇനി വീണ്ടും ഒരു 4-5 തെറി വിളിക്കുന്ന നായകൻ കുഴപ്പമില്ല, പക്ഷെ കൊല്ലുന്ന നായകൻ ഓക്കെയാണോ? അങ്ങനെ തിരിച്ച് ഈ ജോജുവിന്റെ ചിന്താ രീതിയിലാണെങ്കിൽ തിരിച്ചങ്ങനെയാണ്. നിങ്ങൾ എത്ര വില്ലന്മാരെ കൊന്നു തള്ളിയിരിക്കുന്നു, നിങ്ങൾ എത്ര സ്ത്രീകളെ സിനിമയിൽ റേപ്പ് ചെയ്യുന്നു, നിങ്ങൾ എത്രയോ സ്ലട്ട് ഷെയിം ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ തങ്കഞ്ചേട്ടൻ്റെ ചീത്ത മാത്രമാണോ നിങ്ങൾക്ക് പ്രശ്നം? അത് ശരിയായി നിങ്ങൾ കറക്റ്റ് ആകുമോ പൊളിറ്റിക്കലി എന്ന് തിരിച്ച് പൊളിറ്റിക്കൽ കറക്ഷൻ്റെ, ഞാൻ അങ്ങനത്തെ ഒരു ആളെയല്ല, പക്ഷെ ആ കണ്ണാടി വെച്ച് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്തായാലും ഇതിനകത്ത് വിവാദം
ഇപ്പൊ അറിയാം, കുറെ കാലത്തിന് ശേഷം വന്നത് ഈ തങ്കം ചേട്ടൻ്റെ ഇത് വന്നത് ജോജുവിന്റെ വായിൽ നിന്നാണ് ആ ഇന്റർവ്യൂയിലൂടെ പുറത്തത്. അതുകൊണ്ട് തന്നെ അത് ഒതുക്കേണ്ടത് ജോജുവിനാണ്. കാരണം അത് ഒതുക്കിയാൽ മാത്രമേ ഇത്തരം വിവാദങ്ങളിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും വീണ്ടും ഇത് അന്തരീക്ഷത്തിൽ വരുമ്പോൾ അത് ഇനിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപക്ഷെ ഒതുങ്ങുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ട്രോളർമാർക്ക് വീണ്ടും ട്രോളാക്കാനുള്ള വക കിട്ടിയിട്ടുണ്ട് അപ്പൊ ജോജു. അപ്പൊ വീണ്ടും അത് തങ്കൻ എന്ന പേര് വീണ്ടും വരുന്നു. ഇതിനടുത്തൊരു 1-2 വർഷത്തേക്ക് കൂടെ ആഘോഷിക്കാനുള്ള വക കൂടി തന്നെ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റാരേക്കാളും ആവശ്യം ഈ വിഷയം പറഞ്ഞു നിർത്തേണ്ടത് ജോജു തന്നെയാണ്. ജോജുവിന് എന്തെങ്കിലും മനപ്രയാസമുണ്ട് ഇതുവഴി ഉണ്ടെങ്കിൽ അത് ഇപ്പോഴെങ്കിലും ഔചിത്യപൂർവ്വം നിർത്തേണ്ടതാണ്. ജോജു നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇത്തരം വിവാദങ്ങൾ അവിടെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും കേൾക്കാൻ ബാധ്യസ്ഥൻ തന്നെയാണ്.